ഗാന്ധിയുമായി വാഹനവ്യൂഹം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1 മിനിറ്റിനകം റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ രാഹുൽ ഗാന്ധിയുമായി വാഹനവ്യൂഹം കൽപ്പറ്റ നഗരത്തിനകത്തേക്ക് കൽപ്പറ്റ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ആ റോഡ് ഷോ നടക്കാൻ പോകുന്ന രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്നെഴുതിയിരിക്കുന്ന വാഹനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പോലീസ് അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കുന്നു. മറുവശത്തു കൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മണിക്കൂറുകളായി കാത്തുനിന്ന പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൽപ്പറ്റ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. കൽപ്പറ്റ ടൗണിൽ അദ്ദേഹത്തിന് കടന്നു പോകുന്നതിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിനുള്ളിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് നേതാക്കൾക്കൊപ്പം ഏതാനും നിമിഷങ്ങൾക്കകം പ്രവേശിക്കാൻ പോവുകയാണ്. വലിയ തരത്തിലുള്ള ആരവങ്ങൾക്ക് നടുവിൽ, ആഘോഷങ്ങൾക്ക് നടുവിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ വയനാട്ടിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിക്ക് ഏറ്റവും അധികമായി ലഭിച്ച ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി അതിലും ഇരട്ടി വോട്ട് നേടി വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. പറഞ്ഞതിൽ നിന്ന് അരമണിക്കൂർ ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് എപ്പോഴായിരിക്കും എത്തുക എന്ന് പറയാനാവില്ല. പ്രവർത്തകരുടെ ഹർഷാരവങ്ങൾക്ക് നടുവിലൂടെ രാഹുൽ ഗാന്ധി റോഡ് ഷോയുടെ ഭാഗമായി വാഹനത്തിന്റെ ഉള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്ന് ചെല്ലും. അദ്ദേഹത്തിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ ശ്രീജിത്ത് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും. രഞ്ജിത്ത്, വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വാഹനത്തിലേക്ക് പ്രവേശിച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിനെ ആവേശക്കടലിലാഴ്ത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴിതാ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ മാറ്റം 2019 ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടിയായിരുന്നു. അത് ആവർത്തിക്കുമെന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ UDF പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ ആണ് ഇപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുള്ളത്. റോഡ് ഷോയ്ക്കായി 7 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അടക്കമാണ് എത്തിച്ചിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കുന്ന ഒരു പ്രകടനമായി മാറ്റേണ്ടതുണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP ആണ് എതിരാളികളായി മുന്നിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ അടക്കം ഉന്നയിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിക്കുള്ള മറുപടി എന്ന നിലയിലുള്ള ഒരു ശക്തി പ്രകടനമായി ഇത് മാറുന്നു. PK കുഞ്ഞാലിക്കുട്ടി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വാഹനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റോഡ് ഷോ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി UDF പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടുള്ള റോഡ് ഷോയ്ക്ക് തുടക്കമാകുന്നു. രാവിലെ മുതൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ആണ് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ഉണ്ട്. ഡാൻ, വലിയ ആവേശം. രാഹുൽ ഗാന്ധി വാഹനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും അത്തരത്തിൽ മേൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ 2 ക്രൗഡ് പുള്ളർമാർ ഇപ്പോഴിതാ ഒരേ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വാഭാവികമായി അഭിലാഷ്, കോൺഗ്രസിന്റെ താരപ്രചാരകരെന്ന് തന്നെ കൃത്യമായി വിശേഷിപ്പിക്കാം രാഹുൽ ഗാന്ധിയെയും ഗാന്ധിയും. അവരുമായി റോഡ് ഷോ ആരംഭിക്കുകയാണ്. നിർദ്ദേശം നൽകി കഴിഞ്ഞു. പോലീസ് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് പോകുന്നതിന് വേണ്ടി വഴിയൊരുക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിലായി മാധ്യമങ്ങളുടെ വാഹനം, അതിന് തൊട്ട് പിന്നാലെയായിരിക്കും രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്ന ബോർഡ് എഴുതിയ വാഹനം, അതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ. ഇങ്ങനെയാണ് ക്രമീകരണം. ഈ റോഡിന് ഇരുവശവും 10,000-കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാ വാഹനം നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അണമുറിയാതെ തുടരുന്ന പ്രവർത്തകർക്ക് നടുവിലൂടെ പ്രവർത്തകരുടെ ആവേശകരമായ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന ഈ റോഡ് ഷോ അത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറുന്നത് സ്വാഭാവികമായി അവിടെ ഉയർത്തുന്ന വലിയ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും സംസ്ഥാനത്ത് CPM-നെ
കേന്ദ്രത്തിൽ BJP സർക്കാരിനെതിരെയൊക്കെ ഉണ്ടാകുക എന്ന വലിയ ചോദ്യങ്ങളുണ്ട്. ഏത് തരത്തിലായിരിക്കും ആ ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിക്കുക എന്ന ചോദ്യങ്ങളുണ്ട്. അതിനിടയിലാണ് ഈ 10,000-കണക്കിന് പ്രവർത്തകർക്ക് നടുവിലൂടെ രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിലൂടെ സിവിൽ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ എത്ര സമയം കൊണ്ട് ഈ വാഹനവ്യൂഹം അവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയത്തില്ല. അത്രയധികം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൽപ്പറ്റ ടൗണും പരിസരവും. അഭിലാഷ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന റോഡ് ഷോ കൽപ്പറ്റയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ വാഹനത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, UDF കൺവീനർ M ഹസൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരാണ് വാഹനത്തിലുള്ളത്. കൽപ്പറ്റയെ വയനാടിനെ ആവേശത്തിരയിൽ ആറാടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോ നടത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുന്നു ഈ നിമിഷങ്ങൾ. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ 2 മുഖങ്ങൾ എന്ന് തന്നെ ഉയർത്തിക്കാണിക്കാവുന്ന സഹോദരങ്ങൾ, അവർ രണ്ടുപേരും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് എത്തുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് 20-ൽ 19 സീറ്റുകളിൽ വിജയമുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 5 വർഷത്തിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ അതേ വയനാട്ടിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന അവകാശവാദമാണ് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നവർ പറയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അങ്ങനെ ഒരു അവകാശവാദം ആണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലടക്കം പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്, M ഹസനുണ്ട്, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ വാഹനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് സാധിക്കുന്നു. വലിയ ആൾക്കൂട്ടമുള്ളത് കൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സുകൾ ഉയർത്തിക്കൊണ്ട്, ബോർഡുകൾ ഉയർത്തിക്കൊണ്ട്, എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ബാനറുകൾ ഉയർത്തിക്കൊണ്ട് ആണ് ഈ പ്രകടനത്തിൽ ഭാഗമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു വയനാട്ടിൽ ഉൾപ്പെടെ കാണാൻ സാധിച്ചത്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ BJP ശ്രമിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ളവർ ഈ ജാഥയുടെ ഭാഗമാകുമ്പോൾ കഴിഞ്ഞ തവണ വലിയ തോതിൽ ലീഗിന്റെ കൊടിതോരണങ്ങൾ നമുക്ക് രാഹുലിന്റെ ജാഥകളിൽ കാണാൻ സാധിച്ചിരുന്നു. ഒരു പക്ഷേ ഇത്തവണയും അങ്ങനെ ഉണ്ട് എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും രാഹുലിന് തൊട്ടു മുന്നിലായാണ് മാധ്യമപ്രവർത്തകർക്ക് ഇടം നൽകിയിട്ടുള്ളത്. ക്യാമറ തൊട്ടു മുന്നിലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഷോട്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അത്തരത്തിൽ കൊടിതോരണങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം SDP-യുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പരസ്യമായി SP എങ്ങനെയൊരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ തോതിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നേരിടേണ്ട രാഷ്ട്രീയ പശ്ചാത്തലമാണ് സൃഷ്ടിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയാണ് കോൺഗ്രസിന് പിന്തുണ കേരളത്തിൽ നൽകുന്നത് എന്ന നരേഷൻ ആണ് കേരളത്തിന് പുറത്ത് BJP ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെ നിരവധി വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ശക്തി പ്രകടനത്തിലൂടെ അതിന് മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടാകുന്നത്. ആ ശക്തി പ്രകടനം ആണ് ഇപ്പോൾ വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ കൽപ്പറ്റയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രകടനത്തെ, രാഹുൽ ഗാന്ധിയുടെ വരവിനെ ആഘോഷമാക്കി മാറ്റുന്നത്. ഇനി അങ്ങോട്ട് വിശ്രമമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ആണ് ഇരുവർക്കും മുഴുകേണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും രാജ്യവ്യാപകമായി തന്നെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം എത്ര ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടരാൻ സാധിക്കും, എപ്പോഴൊക്കെയാണ് ഇനി വയനാട്ടിലേക്ക് എത്തുക എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. അതേസമയം BJP കേരളത്തിൽ അടക്കം പിടിമുറുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടാകുന്ന A-class മണ്ഡലങ്ങൾ എന്ന് നിരവധി മണ്ഡലങ്ങളെ വിലയിരുത്തുന്ന 6 മണ്ഡലങ്ങളിൽ എങ്കിലും ശക്തമായ പോരാട്ടം നടത്തുന്ന BJPക്ക് മറുപടിയായി മാറുന്ന സാഹചര്യം ആണ് ഈ പ്രകടനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയധികം പ്രവർത്തകരെ പിന്തുണയ്ക്കായി എത്തിക്കുന്നു, പ്രകടനത്തിന്റെ ഭാഗമായി എത്തിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് കൽപ്പറ്റയിലേക്ക് എത്തിച്ചത്. നിരവധിയായ സുരക്ഷാ ഉദ്യോഗസ്ഥർ, 100 കണക്കിന് പോലീസ് സേനയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം നീങ്ങുന്നത്.